ഗായ്സ്, ഇന്ന് ഈവനിങ് ആട്ടോ ഷൂട്ട്. സോ ഇന്ന് ഉച്ചവരെ ക്ലീനിങ് ഡേ ആയിട്ട് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാളുടെ കോള്. ആരാ? എൻ്റെ സ്വീറ്റ് ഹസ്ബൻഡ് തന്നെ. ചോറും എന്തെങ്കിലും ഒരു കറി ഇന്ന് വീട്ടിൽ തന്നെ ആക്കുമെന്നൊരു ചോദ്യം. പൊതുവേ ഞങ്ങൾ രാവിലെ ഒരുമിച്ച് ഷോപ്പിലേക്ക് ഇറങ്ങിയാൽ നൈറ്റാട്ടോ തിരിച്ചു വരാറ്. അപ്പം എപ്പോഴും ഷോപ്പിലെ മെസ്സിൽ നിന്നാണ് കഴിക്കുന്നത്. അവിടുത്തെ ചേച്ചിമാരുടെ ഫുഡ് അടിപൊളിയാണെങ്കിലും എനിക്ക് വല്ലപ്പോഴും അല്ലേ പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അങ്ങനെ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ബേബി സിറ്ററിനെടുത്ത് ഏൽപ്പിച്ച് നേരെ അടുക്കളയിൽ കയറി കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ചോറൊരു സൈഡിലാകുന്നുണ്ട്, മീൻ ഓർഡർ ചെയ്തു, മീനെത്തി. ഫസ്റ്റ് തന്നെ നല്ല മുളകിട്ട മീൻകറി തന്നെ വെച്ചു. ആ ആവി പറക്കുന്ന മണത്താൽ അറിയാം സൂപ്പർ ടേസ്റ്റാണെന്ന്. പിന്നെ ഇത് ഞങ്ങൾ മൂവാറ്റുപുഴക്കാരുടെ ഒരു കറിയാണ്, എഗ് മസാല കറി. ഇത് കുറച്ചും കൂടി ഡ്രൈ ആകുമ്പോൾ നല്ല മസാല ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടി. ഐ ഫെൽ സോ ഹാപ്പി. ഇത് എൻ്റെ തന്നെ ഒരു സ്പെഷ്യലാട്ടോ. ഞാൻ വാവയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത് സക്സസ് ആയ ഒരു കറി, വെള്ളരി തേങ്ങ അരച്ച കറി. അടിപൊളിയായിരുന്നു. എനിക്ക് അന്നത് സക്സസ് ആയപ്പോൾ ഇക്കാക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ താളിച്ചും കൂടെ വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കറി കൂട്ടുമ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. ഇതിനിടയിൽ വാവയെല്ലാം നോക്കും വേണം, എന്നാൽ കറി ആയോ എന്ന് നോക്കണം. പിന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മെഴുക്കുവരട്ടിയാണ് പയർ മെഴുക്കുവരട്ടി. എന്നാൽ അതും കൂടെ ആവാമെന്ന് വെച്ചു. ഈ നേരം ഇസുകുട്ടനെ അവിടെ കിടന്ന് ഉറങ്ങാട്ടോ. പയറൊക്കെ ആക്കി അതൊക്കെ വെന്ത് അങ്ങനെ അതും റെഡിയായി. ഇതാണ് പൊട്ടറ്റോ ഫ്രൈ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പൊട്ടറ്റോ ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇന്ന് ഇത് ഇക്കാക്ക് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയ അതേ ടേസ്റ്റ് എന്നെ റിയലി മിസ് ചെയ്യും അമ്മ. പിന്നെ ക്യാബേജ് തോരൻ, ഇതൊന്നും ഉണ്ടാക്കിയ ക്ലിപ്പ് ഇല്ലടോ, കാരണം വാവ എണീറ്റിട്ട് എൻ്റെ തോളിലായിരുന്നു. പെട്ടെന്ന് ഓർത്തത് ചിക്കൻ ഫ്രൈയും കൂടെ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അതും എടുത്ത് ഫ്രൈ ചെയ്തു. ആൻഡ് ഫൈനലി ചെമ്മീൻ ചമ്മന്തി, എൻ്റെ കട ഫേവറേറ്റ് ഫോർ ലഞ്ച്. ഇത് ഞാൻ 2 ബോട്ടിലാക്കി വെച്ചു കിട്ടുക, കാരണം ഇതിന് തേങ്ങ വറുക്കൽ ഒരു വളരെ നീണ്ട പ്രോസസ്സാണ്. ഇത് ഫ്രിഡ്ജിൽ കുറേ ദിവസം നമുക്ക് എടുത്തു വെക്കാൻ പറ്റട്ടെ. ഒരു ബോട്ടിൽ പുള്ളി പണ്ടേ ഖാലിയാക്കി, ഈ ബോട്ടിൽ ഇപ്പോൾ പകുതിയായി. സോ അത്രേ ഉള്ളൂ. ഇനി വയറ് നിറച്ച് പുള്ളിക്ക് ലഞ്ച് കൊടുത്ത് ആ സന്തോഷത്തിൽ ബൈ ബൈ.